ഓക്കെ ഗൈസ്, പണ്ടൊക്കെ നമുക്ക് വിശ്വസിച്ച് രോഗം വരുവാണെന്നുണ്ടെങ്കിലും എന്ത് വലിയ രോഗം വരുവാണെന്നുണ്ടെങ്കിലും വിശ്വസിച്ചൊരു ആശുപത്രിയിൽ പോകാൻ പറ്റുമായിരുന്നു, അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുമായിരുന്നു. അന്നത്തെ ഡോക്ടർമാർ നല്ല ഡോക്ടർമാരായിരുന്നു. പക്ഷെ ഇന്നത്തെ ഡോക്ടർമാരുടെ കാര്യം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. മുറിവിനകത്ത് ഫെവിക്കോൾ വെച്ചൊടിച്ച സിസ്റ്റർമാരുള്ള രാജ്യത്താണ് നമ്മളിപ്പം ജീവിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കോഴിക്കോട് MDMA ഡോക്ടർ പിടിയിൽ, വിദ്യാർത്ഥികൾക്കും വിതരണം ചെയ്ത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ചുമ്മാതല്ല, ഈ ആശുപത്രിയിലൊക്കെ പോകുമ്പം കത്രിക മറന്നു വെക്കുന്നതും, വിരലിന്റെ ഓപ്പറേഷൻ, നാക്കിന്റെ ഓപ്പറേഷൻ ചെയ്യുന്നതും, അത് ചെയ്യുന്നതും ഇത് ചെയ്യുന്നതും ഇപ്പോഴല്ലേ മനസ്സിലായോ? ഇവരല്ലേ ഇത് അടിച്ചിട്ടായിരുന്നു ചെയ്യുന്നതല്ലേ? അപ്പൊ വിതരണം ചെയ്യുന്നതും ഇവരാണ്. ഇതേപോലെ സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് ഈ കഞ്ചാവ് അത് ഇതൊക്കെ പൊക്കുമ്പോൾ ഇതിന്റെ ഉറവിടം കണ്ടുപിടിക്കണം. ഇതേ കണക്കുള്ള വലിയ വലിയ ടീമിന്റെ കയ്യിലായിരിക്കും ഇതിന്റെ ഉറവിടം. അതേ കണക്ക് വലിയ രാഷ്ട്രീയക്കാരുടെ കൊമ്പത്തിരിക്കുന്നവന്മാരുടെയിലും ഈ പല പല ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലും ആയിരിക്കും ഇതിന്റെ ഉറവിടം മിക്കവാറും. അയ്യോ, ചുമ്മാ നല്ലടേ. ഇനി ഈ ആ സമയത്തങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് പോയിരുന്നെങ്കിൽ ചുണ്ണാണ് ഇവരെ കട്ട് ചെയ്തേനെ. പുള്ളിക്കാരൻ പറയുന്നത് ഒരു തെറ്റും ഉള്ളെന്ന് വ്യക്തിയോട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ ചെയ്യേണ്ട പണിയാണിത്. കാരണം ഒരു സാധനത്തിന്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാളായിരിക്കും. ശരീരത്തിന് എന്തൊക്കെ നല്ലത് ചെയ്യും, എന്തൊക്കെ മോശം ചെയ്യുന്ന അറിയാവുന്ന ഒരാളായിരിക്കും ഡോക്ടർ. ആ ഡോക്ടർ തന്നെ ഇതൊക്കെ ഉപയോഗിക്കുന്ന അറിയുകയാണെന്നുണ്ടെങ്കിൽ 1-2 ദിവസം കൊണ്ട് ഇതിന്റെ എഫക്റ്റ് ഒന്നും പൂർണ്ണമായിട്ട് പോകുന്നു പോലും പറയുന്നില്ല. ആൾക്കാർ പറഞ്ഞാൽ ഇവിടെ വർഷങ്ങളോടെ രക്തത്തിൽ കിടക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നവരുണ്ട്. നമുക്കിതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. ഒരാളുടെ സർജറിക്ക് വന്ന് സത്യം ഇങ്ങനെ ഇൻസിഡന്റുകൾ നടക്കുന്ന ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. വയറിനകത്ത് കത്രിക വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്ന എന്തുവാടി, എന്തൊരു നാണം കെട്ടട ഡോക്ടർമാരെ പറയിപ്പിക്കാനാണോ? ഇവിടെ നേഴ്സുമാരുടെ കോളേജിൽ ഒരു ചെറുക്കനെ എല്ലാ എണ്ണം കൂടെ റാഗ് ചെയ്ത് കൊന്ന്. ഇതെല്ലാം ഈ ലഹരി വലിച്ചു കയറ്റാൻ വേണ്ടിയിട്ടാണ്. കള്ള്, കഞ്ചാവ്, MDMA, കോപ്പ്, കുടച്ചക്ര എല്ലാ എണ്ണം കയറ്റി പെരുത്ത് ഇപ്പം ഒരുത്തൻ സ്വന്തം വീട്ടിലുള്ള 5 പേരെ കൊന്ന്. അതിന്റെ കിഴപ്പങ്ങ് തീർന്നു. അതോടെ സ്വന്തം പെറ്റ അമ്മയൊക്കെ അനിയന്റെ ഒക്കെ കണ്ണടിച്ച് അകത്ത് കയറ്റിയെന്നാ പറയുന്നത്. കണ്ണിന്റെ കൃഷ്ണമണിയൊന്നും ഇല്ല, എല്ലാം അടിച്ചകത്ത് കയറ്റിയെന്നാ പറയുന്നത്. അതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിട്ട് ഈ ഡോക്ടർമാരുൾപ്പെടെ ഇങ്ങനത്തെ തന്തേലടി ചെയ്യുന്നത് ഭയങ്കര മോശമാണ്. ഒരാളുടെ ജീവൻ രക്ഷിക്കേണ്ട ആളാണ് ഡോക്ടർ എന്ന് പറയുന്നത്. അവരെ കൊണ്ട് എന്ത് പറയുന്നത്, പ്രതിജ്ഞ വരെ ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് ഇവരെ ഡോക്ടറായി അംഗീകരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് ചെയ്ത സാധനമല്ല. ഒരു എമർജൻസി വരുവാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഈ ഡോക്ടർ തന്നെ വേണം നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഡോക്ടർ MDMA, മെത്താഫിറ്റമിനും അങ്ങനത്തെ കോപ്പെല്ലാം അടിച്ച് പെരുത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന രോഗിയുടെ അവസ്ഥ എന്തുവാ? കയ്യെ മുള്ളു കൊണ്ടിട്ട് വന്ന് അവൻ കണ്ണ് കീറും, കണ്ണിനകത്താ മുള്ളെന്നും പറഞ്ഞു. അങ്ങനത്തെ തീമുള്ള നാടായിപ്പോയിരിക്കും നമ്മുടെ. ഇങ്ങനെയൊക്കെയുള്ള ഡോക്ടർമാരെ നാട്ടുകാരോ പോലീസുകാരും ഇതിന്റെ ഭരണ സംവിധാനങ്ങളെല്ലാം ചേർന്ന് ഇവന്മാർക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. പറ്റുവാണെന്നുണ്ടെങ്കിൽ കൈയും കാലും തല്ലി പിടിക്കണം, നിയമം അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇവന്മാരുടെ ഡോക്ടറേറ്റ് അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയണം. ഇവൻ ഡോക്ടർ അല്ലെന്നുണ്ടെങ്കിൽ ഡോക്ടർമാരുടെ കൂട്ടത്തിൽ ഇവനെയൊക്കെ പെടുത്താൻ പറ്റത്തില്ല. ആ ഒരു സ്ഥാനത്ത് നിന്ന്, ആ ഒരു പദവിയിൽ നിന്ന് ഇവനെയൊക്കെ മാറി. എവിടെ പോയാലും ഇവന്റെ സർട്ടിഫിക്കറ്റിന് യാതൊരു വാല്യൂ ഇല്ലാത്ത രീതിയിൽ ഒരിക്കലും ഒരു ഡോക്ടർ ചെയ്യേണ്ട രീതിയിലുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത്. ഇപ്പൊ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഡോക്ടറും ഹെൽത്തും. ഇപ്പൊ പേഴ്സണലി കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ വേറെ ഡെഡിക്കേറ്റഡ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇന്നത്തെ കാലത്ത് നടക്കുന്ന മനുഷ്യനെ പിഴിയുന്നതും മനുഷ്യനെ രോഗികളാക്കുന്നതും മരുന്നുകൾ തന്നെ ഡോക്ടർമാർ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവർ തന്നെയാണ്. അത് പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്, പല ആൾക്കാരും പറഞ്ഞിട്ട്, പലരുടെ പേഴ്സണൽ അനുഭവം ഉൾപ്പെടെ ഞാൻ അതൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ആയിട്ട് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഡോക്ടർമാരെ ഒരിക്കലും സമൂഹത്തിൽ നിലനിർത്തരുത്. ഡോക്ടറായിട്ട് അവനൊന്നും ഒരിക്കലും സമൂഹത്തിൽ നിലനിർത്തരുതെന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഇങ്ങനെയൊക്കെ ഉള്ളവൻ ഡോക്ടറായിട്ട് ഇരിക്കുന്നതിനേക്കാളും ഭേദം രോഗം വന്ന് വീട്ടിൽ കിടന്ന് ചാവുന്നതാണ്. ഒന്നുമില്ല, വേദന അറിയാതെ ആവാൻ. ഒറ്റാക്കുമായിട്ട് ഇല്ലുമ്പോഴായിരിക്കും നെഞ്ചൊക്കെ മെത്താവിറ്റമിൻ്റെ ഇത് വെച്ച് നെഞ്ചൊക്കെ കുത്തി കീറും. അങ്ങനെ വിവരമില്ലാത്ത. നല്ലതാണ് ഡോക്ടറെ, നല്ലതാണ്. അത്രേ എനിക്ക് ഡോക്ടറോട് പറയാനുള്ളൂ.